ഈ ജി സുധാകരൻ സി പി എമ്മിലെ ഒരു നിർണായക ശക്തിയാണ്. പലപ്പോഴും ഒരു തിരുത്തൽ ശക്തി കൂടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പലരും പറയും ഇതൊരു വളരെ മാറ്റി നിർത്തിയിരിക്കുന്നതുകൊണ്ട് നിരാശയിൽ നിന്നുണ്ടാകുന്ന ചില വാക്കുകളാണെന്ന് മാത്രം. അങ്ങനെയല്ല സുധാകരനെ കാണാൻ കഴിയുന്നത്. സുധാകരൻ സത്യം പറയുന്നു, പച്ചയായ സത്യമാണ് പറയുന്നത്. അത് ചിലർക്ക് കൊള്ളേണ്ടവർക്കത് കൊള്ളുകയും ചെയ്യുമ്പോഴാണ് അത് മറ്റൊരു തരത്തിൽ അവരതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. സുധാകരൻ ഒരുപക്ഷെ തിരുത്താൻ പറ്റുമോ സി പി എമ്മിനെ? കോൺഗ്രസ് പാർട്ടിക്ക് ശ്രീ വി എം സുധീരൻ എങ്ങനെയാണോ ഏതാണ്ട് അതുപോലെയാണ് സി പി എമ്മിന് ജി സുധാകരൻ. യഥാർത്ഥ കോൺഗ്രസ് സ്പിരിറ്റ് പലപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് വി എം സുധീരനാണ്. ഗാന്ധിയൻ ചില തത്വങ്ങൾ, അഴിമതിക്കെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടം, ഇങ്ങനെ പല കാര്യങ്ങൾ, അധികാര രാഷ്ട്രീയത്തോടുള്ള ഒരു പുറംതിരിഞ്ഞു നിൽക്കൽ, ഇതെല്ലാം ജി സുധാകരൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു വലിയ തിരുത്തൽ ശക്തിയാണ്. അദ്ദേഹം തൻ്റെ കവിതയിലൂടെ, തൻ്റെ പ്രസംഗങ്ങളിലൂടെ, സരസമായ ചില സംസാരങ്ങളിലൂടെ ഒക്കെ തന്നെ ഇപ്പോഴുള്ള പോക്കിനെ വിമർശിക്കുന്ന ഒരു പതിവുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ശ്രീ ജി സുധാകരൻ പറഞ്ഞത് കേരളം പല കാര്യത്തിലും ഒന്നാം സ്ഥാനത്താണ്, മയക്കുമരുന്നിൻ്റെ കാര്യത്തിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഭരണത്തോടുള്ള ഒരു ഭരണം എന്നതല്ല, മറിച്ച് ഒരു ആദർശ പോരാട്ടം, ആദർശം ബലി കഴിച്ചുകൊണ്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാനായി ചെയ്യുന്ന ചൊടുക്ക് പടികൾ, അത് കരിമണൽ ലോബിയുമായുള്ള അവിഹിതമായ അനാരോഗ്യപരമായ ബന്ധങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളാകാം, മറ്റ് പാർട്ടിയുടെ ലേബലിൽ നിൽക്കുന്ന പലർക്കും ജോലി സംഘടിപ്പിച്ചു കൊടുക്കലാകാം, പാർട്ടിയുടെ കോർപ്പറേറ്റ് വൽക്കരണമാകാം. പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സ്പിരിറ്റിന് ചേരുന്നതല്ല. ഇത് തുറന്നു പറയാൻ ആരെങ്കിലും വേണമല്ലോ. രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ഒരു കൊച്ചുകുട്ടി വേണ്ടി വന്നു എന്ന് പറയുന്നത് പോലെ ഇപ്പോഴും പാർട്ടിയിൽ അവശേഷിക്കുന്ന, എത്ര വെട്ടി നിർത്തുമ്പോഴും നിങ്ങൾക്ക് എന്നെ വെട്ടി നിർത്താനാവില്ല, നിങ്ങൾക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് വെട്ടി നിർത്താനാവും, പ്രായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ലോക്കൽ ബ്രാഞ്ചിൽ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അടിസ്ഥാന ലെവൽ, ബ്രാഞ്ച് ലെവൽ പ്രവർത്തനം, ലോക്കൽ ലെവൽ പ്രവർത്തനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, എന്നാൽ തുച്ഛീകരിച്ച് കാണാനാവാത്ത ഒരു പദപ്രയോഗങ്ങൾക്ക് ഉടമയാണ് ജി സുധാകരൻ. അപ്പോൾ ശ്രീ പിണറായി വിജയൻ ആരെയെങ്കിലും യഥാർത്ഥത്തിൽ പേടിക്കുന്നുണ്ട് എങ്കിൽ അത് ജി സുധാകരനെ കൂടിയാണ്. അതുപോലെയുള്ള ഏതാനും നേതാക്കളുണ്ട്. ശ്രീ തോമസ് ഐസക് പോലെയുള്ള ആളുകളെ അവർ വിട്ടു നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വായിൽ നിന്നും ഒരിക്കലും വേറിട്ട സ്വരങ്ങൾ കേൾക്കാറില്ല. അദ്ദേഹം ബുദ്ധിജീവിയാണ്, മുൻ ധനകാര്യമന്ത്രിയാണ്, ഒക്കെയാണ്. പക്ഷേ മുൻ PWD മന്ത്രിയായിരുന്ന ജി സുധാകരൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ വാക്കും ഘനഗംഭീരമാണ്. ഇനി ഒന്നും മിണ്ടിയില്ല എങ്കിലും ജി സുധാകരൻ്റെ മൗനവും വാചാലമാണ് പലപ്പോഴും. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും പൊതുരംഗത്ത് വളരെ ആക്റ്റീവാണ്. അതുകൊണ്ടൊരു വലിയ ത്രെട്ടാണ്, ഒരു ഡെമോക്രാസിൻ്റെ വാള് പോലെ പാർട്ടിയുടെ മേൽ തൂങ്ങി നിൽക്കുന്ന ഒരു നീതിയുടെ ഖഡ്ഗം, അതാണ് ജി സുധാകരൻ. സുധാകരൻ പറയുന്നതെല്ലാം തന്നെ സത്യവുമാണെന്നുള്ളതാണ്. ആരും സുധാകരനെ വിമർശിക്കുന്നില്ലല്ലോ. ജി സുധാകരനെ ഒഴിവാക്കാൻ പഠിച്ച പണി 18 നോക്കി. ജി സുധാകരൻ ചെയ്ത ഏക അബദ്ധം എന്ന് പറയുന്നത് ഒരുപക്ഷെ അച്യുതാനന്ദൻ പിണറായി വിഭാഗങ്ങൾ തമ്മിൽ ഒരു 1.5 പതിറ്റാണ്ട് മുൻപ് വലിയ പോരാട്ടം നടന്ന സമയത്ത് ആലപ്പുഴ ജില്ല ശ്രീ പിണറായി വിജയന് വേണ്ടി ഒരുക്കിക്കൊടുത്തതിൽ ഒരുവൻ ജി സുധാകരനായിരുന്നു. അതേ വ്യക്തിയെ തന്നെ ശ്രീ പിണറായി വിജയൻ നല്ല നിലയിലായപ്പോൾ, സ്റ്റേബിളായി വന്നപ്പോൾ അദ്ദേഹത്തിനെ പ്രായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടും മറ്റു പല റൊട്ടേഷൻ വ്യവസ്ഥ പറഞ്ഞുകൊണ്ടും ഒക്കെ തന്നെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. GH സലാമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. എന്തിന്? സാക്ഷാൽ സജി ചെറിയാൻ ജില്ലാ സെക്രട്ടറിയായി വന്നപ്പോഴാണ് ജി സുധാകരൻ്റെ സ്ഥാനം അവിടെ അപ്രമാദിത്വം. ആലപ്പുഴ ജില്ലയിലെ നമ്പർ 1 കമ്മ്യൂണിസ്റ്റ് ആരായിരുന്നു ദശകങ്ങളോളം? ആ ചോദ്യത്തിന് ഉത്തരമായിരുന്നു ജി സുധാകരൻ. ഇപ്പോൾ ഏറ്റവും കുട്ടനാടിൻ്റെ മണ്ണിലും അതുപോലെ ഈ ആലപ്പുഴയുടെ ചുവന്ന മണ്ണ് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ജി സുധാകരന്. പക്ഷേ ആ ചുവപ്പ് കുറച്ചേറെ ആ നിറം പലപ്പോഴും മാറുന്നു. പല ആളുകളുമായും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. ഈ തോമസ് ചാണ്ടിയുമായും അങ്ങനെ പല പല ശക്തികളുമായും കോംപ്രമൈസ് ചെയ്യുമ്പോൾ പാർട്ടിയുടെ വർഗ സ്വഭാവത്തിന് മാറ്റം വരുന്നു. കേരളം ഒട്ടാകെ മാറ്റം വരുന്നു. കർഷക തൊഴിലാളികൾക്ക് ഏറെ പ്രാധാന്യമുള്ള കയർ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കൊയ്ത്ത്, ഇതെല്ലാം തന്നെ വലിയ പോരാട്ടങ്ങൾ കണ്ട ഭൂമിയാണ് ആലപ്പുഴ.
പക്ഷെ അവിടെ എല്ലാം തന്നെ പാർട്ടിയുടെ കോർപ്പറേറ്റ് വൽക്കരണം, പ്രൈവറ്റ് ക്യാപിറ്റൽ വലിയ തോതിൽ വരുന്നു. അതിനെ എതിർക്കാൻ പിണറായി വിജയൻ നയിക്കുന്ന ഒരു ക്രമത്തെ എതിർക്കാൻ, പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് എതിർക്കാൻ സ്വരങ്ങളില്ലാതെ വരുമ്പോൾ സുധാകരൻ്റെ കവിതകൾ പലപ്പോഴും പല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെയും കാതിന് ഇമ്പമാവുകയാണ്. അവിടെയാണ് സുധാകരൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് സുധാകരനെ തുച്ഛീകരിച്ച് കാണുന്നതിന് പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും പലപ്പോഴും. സുധാകരൻ ഒരു റിബലായി ഒരിക്കലും പൊതുരംഗത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 24-ാം പാർട്ടി കോൺഗ്രസിനകത്ത് പിണറായിക്ക് അല്പം ശക്തി ക്ഷയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ക്ഷയം നേരിടുമ്പോൾ അത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇനിയും പല കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരവസരമായിട്ട് മാറുകയും ചെയ്യും, അല്ലേ? MA ബേബി എന്ന പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങനെയുള്ള വേറിട്ട, എന്നാൽ ഇപ്പോഴത്തെ വേറിട്ട സ്വരങ്ങൾ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് സ്വരങ്ങൾ തന്നെയാണ്. ഈ സ്വരങ്ങൾ എത്രത്തോളം കൊണ്ടുപോകാൻ സാധിക്കും? MA ബേബിക്ക് ഒന്നാന്തരമായി G സുധാകരനെ പോലെയുള്ള ആളുകൾ, സുധാകരൻ മാത്രമല്ല, അതുപോലെ വേറിട്ട് ചിന്തിക്കുന്ന ഒരു കാലത്ത് നല്ല ആഴത്തിൽ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിക അടിത്തറ മനസ്സിൽ കോത്തു സൂക്ഷിച്ച, ജീവിതത്തിൽ പരിപാലിച്ച ഒരുപാട് പേര് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മധ്യഭാഗത്തു നിന്ന് മാറി നിൽക്കുന്നു, അകത്തളങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. ഒരു വലിയ വിമർശകരായി പലപ്പോഴും TV ഡിബേറ്റുകളിലൊക്കെ പലപ്പോഴും വരുന്ന പല മുഖങ്ങളും ഒരു കാലത്ത് തീവ്ര റാഡിക്കൽ കമ്മ്യൂണിസ്റ്റുകളായിരുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ നയിക്കുന്ന ആ ക്രമത്തിൻ്റെ വലിയ വിമർശകരായി വന്നിട്ടുള്ളത്. ആ വിമർശനങ്ങൾക്ക് പാർട്ടിക്ക് പുറത്തു നിന്നുള്ള ശബ്ദമായി മാത്രമേ കരുതാനാവൂ. പക്ഷേ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് വിമർശനത്തിൻ്റെ ശബ്ദം ഉയരണമെങ്കിൽ അതിന് G സുധാകരനെ പോലത്തെ ആളുകൾ വേണം. അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നവരെ കൊണ്ട് പാർട്ടിയുടെ രീതികളെ തിരുത്താൻ പറ്റുമോ എന്ന ഒരു ആലോചന ശ്രീ MA ബേബിയുടെ ഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിന് ഒരുപക്ഷെ വലിയ വില കൊടുക്കേണ്ടി വരും. MA ബേബിക്ക് തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കേരളത്തിൻ്റെ പാർട്ടിയായ, കേരളത്തിൻ്റെ മുഖമായ ശ്രീ പിണറായി വിജയനെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നാൽ, മുൻകാലങ്ങളിൽ ആരും കേരള നേതാക്കളോട് മുട്ടാൻ നിന്നിട്ടില്ല, അല്ലേ? മുൻകാലത്ത് പ്രകാശ് കാരാട്ടാകട്ടെ, സീതാറാം യെച്ചൂരി ആകട്ടെ, അതിനു മുമ്പുള്ള ഹർകിഷൻ സിംഗ് സുർജിത്ത് ആകട്ടെ, കേരളത്തിൻ്റെ നേതാക്കളുമായി പൊരുത്തപ്പെട്ടങ്ങ് പോവുകയാണ്. ബംഗാൾ ക്ഷയിച്ചപ്പോഴും ത്രിപുര ക്ഷയിച്ചപ്പോഴും കേരളം അവശേഷിക്കുന്ന ദുരിതമായി നിൽക്കുകയാണ്. അതുകൊണ്ട് യാഥാർത്ഥ്യബോധമുള്ള ഒരു സെക്രട്ടറി, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരു സെക്രട്ടറി വരുമ്പോൾ, കേരളത്തിലൊരു പിണറായി വിജയനും MA ബേബിയും തമ്മിൽ ഒരു വലിയ ഡിവൈഡ്, സ്കിസം ഉണ്ടായാൽ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അവിടെയാണ് G സുധാകരനെ പോലെ ഒരാളിൻ്റെ പ്രസക്തി വരിക. പക്ഷേ MA ബേബിക്ക് അല്പം പകകിടപ്പുണ്ട്. കാരണം 2014 കൊല്ലത്ത് കൊണ്ടുപോയി നിർത്തിയതും ദയനീയമായി പരാജയപ്പെടുത്തിയതും ഒക്കെ MA ബേബി അങ്ങനെ അത്ര പെട്ടെന്നൊന്നും മറക്കത്തില്ലല്ലോ. അത് ശൈലജ ഊറിച്ചിരിക്കുന്നുണ്ടാകും, KK ശൈലജ ഊറിച്ചിരിക്കുന്നുണ്ടാകും. നിയമസഭാ അംഗമായിരിക്കെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച കോട്ട എന്ന നിലയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ, ഇത് കുണ്ടറ നിയമസഭാ സെഗ്മെൻറ്റിൽ നിന്ന് ജയിച്ചു വന്ന നിയമസഭാ അംഗമായിരിക്കുന്ന ആളെയാണ് കൊല്ലം ജില്ലയിൽ, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രനെതിരെ CPM ഫീൽഡ് ചെയ്യുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗമാണെന്ന് ഓർക്കണം. ജയിപ്പിച്ചെടുക്കാനല്ല എങ്കിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ നിർത്തി ബലി കഴിക്കുമ്പോൾ അതിനർത്ഥം എന്താ? പിണറായിക്കെതിരെ എന്തെങ്കിലും ഒരു മുഖമായി ശ്രീ MA ബേബി ഉയർന്നു വരുമെങ്കിൽ അതിനെ മുളയിലേ ഞുള്ളണം. ഒരു തെരഞ്ഞെടുപ്പ് പരാജയം KK ശൈലജയുടെ പോളിറ്റ് ബ്യൂറോയിലേക്കുള്ള വഴി അടച്ചത് കണ്ടു, അല്ലേ? കേന്ദ്ര കമ്മിറ്റിയിൽ മാത്രമാണ് KK ശൈലജ പോളിറ്റ് ബ്യൂറോയിൽ എത്തുമെന്ന് പലരും വിചാരിച്ചു. മന്ത്രി പദവിയിൽ ഏറ്റവും സ്വീകാര്യതയുള്ള കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തെ മന്ത്രി എന്ന നിലയിൽ മാധ്യമങ്ങൾ വാഴ്ത്തിയ ശ്രീമതി ടീച്ചർ, അല്ല K ശൈലജ ടീച്ചർ ഇപ്പോഴിവിടെ കേവലം ഒരു MLA എന്ന നിലയിൽ ഒതുങ്ങുകയില്ലേ? അതുകൊണ്ട് ഒരുപാട് പേര് ഒതുക്കപ്പെട്ടു. G സുധാകരനും തോമസ് ഐസക്കും ഒതുക്കപ്പെട്ടതുപോലെ KK ശൈലജയും അതുപോലെ MA ബേബിയും ഒതുക്കപ്പെട്ടു എന്ന് കരുതുമ്പോഴാണ് ഈ വലിയ ഉയർത്തെഴുന്നേൽപ്പ്. യഥാർത്ഥത്തിൽ സംഘടനയ്ക്കുള്ളിലെ ജനറൽ സെക്രട്ടറി പദമാണ് മുഖ്യമന്ത്രി പദത്തേക്കാൾ ഏറെ തലപ്പൊക്കത്തിൽ നിൽക്കുന്ന റോൾ. സാങ്കേതികമായി അങ്ങനെ തന്നെയാണ്, മുകളിലാണ്. അപ്പോൾ എന്തായാലും അതൊരു ഒരു ചെറിയ ചലനം ഒരുപക്ഷെ CPM-നകത്ത് ഉണ്ടാകാം. അത് ഈ രണ്ടുപേരും, ശ്രീ പിണറായി വിജയനും MA ബേബിയും ഇപ്പോൾ നമ്മൾ സംസാരിച്ച വിഷയത്തെ എങ്ങനെ എടുക്കുന്നു എന്നതനുസരിച്ചിരിക്കും. ഒരു വയസ്സാം കാലത്ത് ഇനി ഇടങ്കീടൊന്നും പോകണ്ട, ഇങ്ങനെയൊക്കെ പോകട്ടെ, എനിക്കിപ്പോൾ 70 വയസ്സായി, 5 വർഷം ജനറൽ സെക്രട്ടറി ആയി, അല്ലെങ്കിൽ 6 വർഷം ജനറൽ സെക്രട്ടറിയായി ഇരുന്ന് ഞാൻ എൻ്റെ കാലം കഴിച്ചുകൊള്ളാം എന്നാണ് MA ബേബി ചിന്തിക്കുന്നതെങ്കിൽ
ഈ പറഞ്ഞ വാക്കുകളെല്ലാം പിൻവലിക്കേണ്ടി വരും. ശ്രീ പിണറായി വിജയൻ ഉറപ്പായി അടുത്തൊരു വർഷം മുഖ്യമന്ത്രിയാണ്. പക്ഷേ അതിനുശേഷം എന്ത്? അപ്പോഴും ഇനിയൊരംഗത്തിന് ബാല്യം ശ്രീ എം.എ. ബേബിക്ക് ഉണ്ട് എന്ന് ഓർക്കണം. കാരണം പ്രായം അദ്ദേഹത്തിന് അനുകൂലമാണ്. അതിന് അപ്പോഴും 71 വയസ്സേ ആകുന്നുള്ളൂ. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് പാർട്ടിയുടെ ഒരു മുഖമായി നാളുകളിൽ ഉറപ്പായും ഉണ്ടാകുന്ന മുഖം ശ്രീ പിണറായി വിജയൻ്റെതല്ല, ശ്രീ എം.എ. ബേബിയുടെ തന്നെയാണ്. കാരണം അത് പ്രായത്തിൻ്റെ ഒരു അനുകൂലമാണ്. അല്ല എങ്കിൽ ശ്രീ പിണറായി വിജയൻ ഒരിക്കൽ കൂടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കുകയും CPM LDF ജയിച്ചു വരികയും മുഖ്യമന്ത്രി സ്ഥാനത്ത് 3-ാം ഊഴത്തിൽ പിണറായി വരികയും ചെയ്താൽ സമവാക്യങ്ങൾ മാറി മറിയും. അല്ല എങ്കിൽ ബേബിയുടെ കാലം തന്നെയാണ് വരുന്നത്. ആ കാലം ഉപയോഗിക്കാൻ ബേബിക്ക് കഴിയുമോ? പിണറായിസം എന്ന ആ ഒരു ചിന്താധാരയെ മാറ്റി കുറച്ചുകൂടി മാനുഷിക മുഖമുള്ളൊരു കമ്മ്യൂണിസ്റ്റ് രീതിയിലേക്ക് കൊണ്ടുവരാൻ എം.എ. ബേബിക്ക് കഴിയുമോ? ഈ ചിന്ത വളരെ പ്രബലമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.